താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി ആശുപത്രിക്ക് മുൻപിൽ സമരസംഗമം സംഘടിപ്പിച്ചു. നിരവധി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുണ്ടായിട്ടില്ലെന്നും ഡോക്ടർമാരുടെ അനാസ്ഥ തുടർന്നാൽ NFPR സമരമുഖത്തുണ്ടാകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ പറഞ്ഞു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മുടങ്ങിക്കിടക്കുന്ന സൈക്കാട്രിസ്റ്റ്, ത്വക്കുരോഗം, കണ്ണുരോഗം OP പരിശോധനകൾ പുനരാരംഭിക്കുക, ഡോക്ടർമാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NFPR തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ സമരസംഗമം സംഘടിപ്പിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ ഇല്ലാതാവുന്നതിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കടക്കം നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ഭാരവാഹികളുടെ ഐക്യദാർഢ്യത്തോടെ സമരസംഗമം സംഘടിപ്പിച്ചത്. സമരസംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഡോക്ടർമാരുടെ അനാസ്ഥ തുടർന്നാൽ NFPR സമരമുഖത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് പ്രയോജനപ്പെടുത്താൻ മുതിരാതെയിരിക്കുന്ന ഇവിടുത്തെ ഡോക്ടർമാരുടെ സ്ഥിതി വളരെയധികം മ്ലേച്ഛമാണ്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ OPയിൽ പല ഡോക്ടർമാരും ഇല്ല. സ്കിന്നിൻ്റെ ഡോക്ടറില്ല, ഗൈനക്കോളജിസ്റ്റ് ഇല്ല. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം DMOക്ക് പരാതി കൊടുത്തു, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരാതി കൊടുക്കാതെ ഒന്നും സമരമുഖത്ത് ഇറങ്ങിയതല്ല. ആദ്യം നമ്മുടെ വഴി നമ്മൾ പരാതി കൊടുക്കുക, പരാതി കൊടുത്തതിന് ശേഷം റിമഡി ഒന്നും ഇല്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങുക എന്നതാണ് നമ്മുടെ പരിപാടി. ഇതൊരു മനുഷ്യാവകാശ സംഘടനയാണ്. ഞങ്ങൾ എവിടെ ചെന്ന് കച്ചറ ഉണ്ടാക്കാനോ തല്ലുപിടി കൂടാനോ ഉള്ള സംഘടനയൊന്നുമല്ല. അപ്പം നമ്മുടെ സംഘടന എന്ന് വെച്ചാൽ തന്നെ NFPRനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയ, മത, വർണ്ണ, ജാതി ചിന്ത കാഴ്ചപ്പാടൊന്നുമില്ല. ഞങ്ങളിലുള്ള ഒരു രാഷ്ട്രീയം ഉള്ള ആളുകളുണ്ട്, രാഷ്ട്രീയമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. അതാണ് ഞങ്ങളുടെ ഒരു തത്വം, അല്ലെങ്കിൽ NFPRന്റെ ഒരു തത്വം. അപ്പം നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഇവിടെ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടി മുന്നേറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ ഇനി അങ്ങോട്ടുള്ള ഗമനം എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സമരമുഖത്തുണ്ടാവും. ഇതൊരു സൂചനാ സമരം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതെരു മുഖ്യപ്രഭാഷണം നടത്തി. ദിനംപ്രതി 2000-ഓളം രോഗികൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ രോഗികളുടെ അവകാശമായ അർഹതപ്പെട്ട ചികിത്സ ലഭ്യമാക്കണമെന്നും ഡോക്ടർമാരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഒരുപാട് അനാസ്ഥകൾ ഉണ്ടായിട്ട് ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി കൊടുക്കുകയും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന മനുഷ്യർക്ക് അർഹതപ്പെട്ട സേവനം ലഭിക്കാത്തതുകൊണ്ടാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരുവങ്ങാടി താലൂക്ക് കമ്മിറ്റി ഈ സമരസംഗമം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദിനം പ്രതി 2000-ഓളം ആളുകൾ താലൂക്ക് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അഭയം തേടാറുണ്ട്. എന്നാൽ അർഹതപ്പെട്ട ചികിത്സ ലഭിക്കാനോ അതിന് നിർദ്ദേശം കൊടുക്കുവാനോ ബന്ധപ്പെട്ട ഡോക്ടർമാരുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ഇത് എല്ലാവരും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന രോഗികൾക്ക് അവരുടെ അവകാശമാണ് അർഹതപ്പെട്ട ചികിത്സ ലഭിക്കുക എന്നത്. അതുകൊണ്ട് ഈ അനാസ്ഥകൾ അവസാനിപ്പിക്കണമെന്നാണ് NFPRന് പറയാനുള്ളത്.
താലൂക്ക് പ്രസിഡന്റ് MC അറഫാത്ത് പാറപ്പുറം, താലൂക്ക് ജനറൽ സെക്രട്ടറി ബിന്ദു അച്ചമ്പാട്ട്, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, സമീറ കൊളപ്പുറം, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ ഭാരവാഹികളായ അബൂബക്കർ വേങ്ങര, സക്കീർ പരപ്പനങ്ങാടി, PM ഉമ്മു സമീറ, PP റഷീദ്, മൊയ്തീൻകുട്ടി കടവത്ത്, ഹംസക്കുട്ടി ചമ്മാട്, ഫൈസൽ ചമ്മാട്, ഷമീം ഹംസ, ഫസ്ല, അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമര ദിവസമായ ബുധനാഴ്ച പോലും 2 OP മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് സാധാരണക്കാരായ പൊതുജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആശുപത്രിയെ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കുവാൻ മനഃപൂർവ്വം പൊതുജനമധ്യത്തിൽ ആശുപത്രികളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ വേണ്ടിയുള്ള നഗരസഭയുടെ പ്രവർത്തനമാണെന്നും വിവിധ കക്ഷി നേതാക്കൾ ആരോപിച്ചു. നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന ആശുപത്രിയിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ ഇല്ലാതിരുന്നാൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ടെന്നും അത് പ്രാവർത്തികമാക്കേണ്ടത് ആരോഗ്യ വിഭാഗത്തിൻ്റെ കഴിവുകേടാണെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.